നവീകരണ പ്രവൃത്തികളുടെ പേരിൽ നാളുകളായി അടച്ചിട്ട കാരശ്ശേരി പഞ്ചായത്തിലെ പൊതുശ്മശാനം തുറന്നു പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങി കോൺഗ്രസ്. ജനങ്ങളെ ദുരിതത്തിലാക്കി ശ്മശാനം അനന്തമായി അടച്ചിടാൻ അനുവദിക്കില്ലെന്നും പ്രശ്നമുന്നയിച്ച് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. നവീകരണ പ്രവൃത്തികളുടെ പേരിൽ അടച്ചിട്ട കാരശ്ശേരി പഞ്ചായത്തിലെ പൊതുശ്മശാനം തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് പ്രക്ഷോഭത്തിനൊരുങ്ങുന്നത്. കാരശ്ശേരി പഞ്ചായത്തിൽ UDF ഭരണസമിതിയുടെ കാലത്ത് MI ഷാനവാസ് MPയുടെ വികസന ഫണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് ഓടത്തെരുവിൽ ഗ്യാസ് ശ്മശാനം സ്ഥാപിച്ചത്. മലയോരത്തെ വിവിധ പഞ്ചായത്തുകളിലെ കോളനിവാസികൾ ഉൾപ്പെടെ പരിമിതമായ സ്ഥലത്ത് വീടുകൾ വെച്ച് താമസിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള പ്രധാന ആശ്രയമായിരുന്നു ശ്മശാനം. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തുക അനുവദിച്ച പദ്ധതി പ്രകാരമുള്ള നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായെങ്കിലും നാളിതുവരെ ശ്മശാനം തുറന്നു പ്രവർത്തിക്കാൻ പഞ്ചായത്ത് ഭരണസമിതി നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. ഗ്യാസ് ലഭ്യമാവുന്നില്ലെന്ന ന്യായമാണ് അധികൃതർ നിരത്തുന്നത്. എന്നാൽ ഒരു മൃതദേഹം സംസ്കരിക്കാനുള്ള ഗ്യാസ് നിലവിൽ സ്റ്റോക്കുണ്ട്. ഇതിനു പുറമെ ഇത്തരം കാര്യങ്ങൾക്ക് ഗ്യാസ് ലഭിക്കുന്നതിന് തടസ്സമുള്ളതായി ഗ്യാസ് ഏജൻസികൾ പറഞ്ഞതായി വിവരവുമില്ല. യാതൊരു ന്യായീകരണവുമില്ലാതെയാണ് മാസങ്ങളായി ശ്മശാനം അടച്ചിട്ടിരിക്കുന്നത്. ശ്മശാനം അടച്ചിട്ടതിനാൽ അടുത്ത കാലത്തായി 10ഓളം പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ ബന്ധുക്കൾക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട്. ഇത് നിർധന കുടുംബങ്ങൾക്ക് കടുത്ത ദുരിതമാണ് സമ്മാനിക്കുന്നതെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു. ഇത്തരത്തിൽ ജനങ്ങളെ ദുരിതത്തിലാക്കി ശ്മശാനം അനന്തമായി അടച്ചിടാൻ അനുവദിക്കില്ലെന്നും പ്രശ്നം ഉന്നയിച്ച് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കുമെന്നും മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സമാൻ ചാലുളി, ജംഷിദ് ഒളകര എന്നിവർ പറഞ്ഞു. CTV പ്രാദേശിക വാർത്ത മുക്കം.